കഴിഞ്ഞ ദിവസം നമ്മൾ പട്ടുനൂൽപ്പുഴുക്കളെ കൊണ്ടുവന്ന് അപ്പോൾ രാത്രി ആയതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പട്ടുനൂൽപ്പുഴുവിനെ ഫാമിൽ ഷെഡിൽ വെക്കുന്നതും അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിരിക്കണ്. റൈമ എവിടെ നിന്ന് ഒരു കൊലൊക്കെ കിട്ടിക്കണേ? നമ്മൾ താമസിക്കുന്ന റൂമാണിത്, ഫാം ഹൗസ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇനി പുറത്തേക്ക് ഇറങ്ങാണ്. ഈ കാണുന്ന ഷെഡ് ഉണ്ടല്ലോ, ഇതിനകത്താണ് പട്ടുനൂൽപ്പുഴുക്കളെ വളർത്തുന്നത്. നമ്മൾ ഷെഡിനകത്തേക്ക് കയറാൻ പോവാണ്. ഈ ഷെഡിനോട് ചേർന്നിട്ട് ഇവിടെയാണ് തോട്ടമുള്ളത്. ഈ കണ്ണ് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ മൾബറി ചെടി. നമ്മളിന്നലെ ഇത് കൊണ്ടുവന്നപ്പോൾ ഏകദേശം ഒരു 8 മണിയൊക്കെ രാത്രി. അപ്പോൾ പിന്നെ അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇന്ന് നമ്മൾ അതിൻ്റെ എങ്ങനെ ഉണ്ട് അപ്ഡേറ്റ് എന്നൊക്കെ ഒന്ന് നോക്കുകയാണ്. പുഴുക്കൾ കാരികമാരാണ്, കുഴപ്പമൊന്നുമില്ല. ഇന്ന് നമ്മളിനി വിജേത ഒരു പൊടിയുണ്ട്, ആ പൊടി അടിച്ചാണ്ട് തീറ്റ കൊടുക്കും വൈകുന്നേരം. നമ്മൾ ഒരു ബട്ടൺ എടുത്തിട്ടുണ്ട്. ബട്ടന് പിന്നെ കോമൺ അല്ല, ഒരു സൈസ് ആവുമല്ലോ. ഏകദേശം ഒരു ബട്ടന്റെ സൈസ് ഉണ്ട് ഇപ്പോൾ ഒരു പുഴുവല്ലേ. ഇത് ഡേ 1, ഒരാഴ്ച പ്രായമുള്ളത് നമ്മൾ കൊണ്ടുവന്ന കുഞ്ഞുങ്ങളുടെ സൈസ്. ഇനി ഇത് വളർന്ന് ഒരു 17 ദിവസം കൊണ്ട് ഇത്ര ഒരു 4-5 ഇഞ്ച് വലിപ്പം വെക്കും. പിന്നെയാണ് അത് പിന്നെ സ്പിൻ ചെയ്യാൻ തുടങ്ങി. ഇതിപ്പോ എത്രയാണ് ഷെഡിന്റെ സൈസ് കാര്യങ്ങളൊക്കെ? ഷെഡ് ഏകദേശം ഒരു 1000 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. ഇതിൽ ഏകദേശം ഇപ്പത്തെ റാക്കിന്റെ കപ്പാസിറ്റി അനുസരിച്ച് ഒരു 225 വരെ പോവുള്ളൂ. ഇത് എത്ര DFL ആണ് നമ്മളിപ്പോ കളക്ട് ചെയ്തിട്ടുള്ളത്? ഇപ്പൊ നമ്മൾ കുറച്ച് വെച്ചുള്ളൂ, ഒരു 62 DFL വെച്ചിട്ടുള്ളൂ. നല്ല റീസൺ ഏതായാലും മെനക്കെട്ടില്ല, കുറച്ച് കൂടുതൽ വെച്ചുകൂടായിരുന്നില്ലേ? ഇല്ല, ഒന്ന് തണുപ്പ് കൂടുതലാണ്, നോക്കാൻ ബുദ്ധിമുട്ട് ആവും. പിന്നെ ഒറ്റക്കൊല്ലുള്ളൂ, പ്രാവശ്യം ഇങ്ങനെ പോട്ടെ എന്ന് എഴുതി. ഇതെന്താ പരിപാടി? ഇത് ഉറുമ്പ് വരും. ഈ പുഴുക്കൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഉറുമ്പുകൾ വരാൻ തുടങ്ങും. അപ്പൊ ഉറുമ്പ് ഇതിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിട്ട് നമ്മളെല്ലാ കാലും ഇതേപോലെ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതാകുമ്പോ ഉറുമ്പ് കയറൂല. ഇത്ര ചെറിയ പുഴാകുമ്പോ ശ്രദ്ധിക്കാനുള്ളത്, ഇതില് പല്ലി കയറാതെ നോക്കണം. പല്ലി എലിയൊക്കെ ഇപ്പൊ ഇത്ര ചെറുതാകുമ്പോ പല്ലി തിന്നും. ഇനി ഒരു ആഴ്ചയൊക്കെ ആകുമ്പോ പിന്നെ പല്ലിക്ക് വായിൽ കൊള്ളാതാവും. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഈ എലി വരും, അതുപോലെ പക്ഷികളൊന്നും കയറാതെ നോക്കണം. പിന്നെ അതിനെ ആക്രമിക്കുന്ന ഒരു ഈച്ച ഉണ്ട്. ഇവിടെ അതിൻ്റെ ശല്യം കുറവാണ്, എങ്കിലും അത് കയറാതെ നോക്കണം. എപ്പോഴും നല്ല ക്ലോസ്ഡ് ആയിരിക്കണം ഷെഡ്. മൊത്തം ക്ലോസ് ചെയ്തിരിക്കണം, ഒരു സാധനം കയറാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വ്യക്തികൾ ഇതിനകത്തേക്ക് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ? വ്യക്തികൾ അധികം ഓവർ പെർഫ്യൂം ഉപയോഗിച്ചിട്ട്, അതേപോലെ വൃത്തിയില്ലാതെ മദ്യപിച്ചിട്ട് ഒക്കെ കയറുമ്പോൾ പുഴുക്കളെ ബാധിക്കും. സ്മെല്ല് കാര്യങ്ങളൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ടാവും. ഇറിറ്റേറ്റഡ് ആയുള്ള സ്മെല്ലൊന്നും ഇതിന് ഇഷ്ടമല്ല, പെട്ടെന്ന് ഇതായിരിക്കും. അതുപോലെ കീടനാശിനി അടിച്ചിട്ട് വരിക, അതേപോലെ നമ്മൾ ഈ രാസവളമൊക്കെ ചെയ്തിട്ട് നമ്മൾ കൈയൊന്നും കഴുകുക, അതേപോലെ ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകാതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇതിന് ബാധിക്കും. ഇത് ഭയങ്കര സെൻസിറ്റീവാണ് ഇപ്പോഴും, കാരണം ഇത് ലാർവല്ലേ, ലാർവ സ്റ്റേജ് ആണല്ലോ. അപ്പോൾ ഈ സമയത്ത് പെട്ടെന്ന് ഇതിനെ ഈ വൈറസ് ആണെങ്കിലും ബാക്ടീരിയ ആൻഡ് ഫംഗസ് ഒക്കെ ബാധിക്കാൻ സാധ്യതയുള്ള സമയം. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് ചുണ്ണാമ്പ് തട്ടി കൊടുക്കുന്നത്, അസുഖങ്ങളൊന്നും വരാതിരിക്കാനും വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമ്മൾ വൈകുന്നേരം ഇതിന് വിജേത എന്നൊരു പൊടിയുണ്ട്, ഞാൻ വൈകുന്നേരം കാണിച്ചിട്ടുണ്ട്. ആ പൊടി നമ്മൾ വിതറി കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ നമ്മൾ ഇല നുള്ളി കൊടുക്കും. 62 DFL വരുന്ന പുഴുക്കൾ ഈ 5 പേപ്പറിലായിട്ട് ഇത്ര ഏരിയയിലല്ലേ വിരിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഇത് വളരുന്ന സമയത്ത് ഏകദേശം എത്ര ഏരിയയിൽ റാക്കിൽ ഇത് പോകും? ഈ 1, 2, 3 ഇതിന്റെ പകുതി വരെ പോകും. ഈ 3 റാക്കിന്റെ പകുതി വരെ വളരുമ്പോൾ അത്ര സ്പേസ് വേണ്ടിവരും അല്ലേ. പിന്നെ ഇതിനകത്ത് മുകളിൽ ഷെൽഫിൽ കാര്യമായിട്ട് ഒന്നുമില്ല, നെറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന് മുകളിൽ ഈ പേപ്പർ അല്ല ഇട്ട് കൊടുത്തേ. അപ്പൊ അങ്ങനെ തന്നെയാണോ, അതോ നമുക്ക് തകരത്തിന്റെ ഷീറ്റ് അടിക്കാനോ വേറെ ഓപ്ഷൻ പറ്റൂല? നമുക്ക് പേപ്പർ തന്നെയാണ് നല്ലത്. അത് ഇതേപോലത്തെ ഈ റോള് വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ന്യൂസ് പേപ്പർ വിരിച്ചാലും മതി. പക്ഷെ ഇതാകുമ്പോൾ ഈസിയാണ്, ഒന്നാകാണ്ട് ഒറ്റ നീളത്തിലോ റോളാണ്ട് വിരിച്ചാൽ മതില്ല. മറ്റേ ന്യൂസ് പേപ്പർ കുറെ കട്ട് പീസ് താഴേക്ക് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ലാസ്റ്റ് വേസ്റ്റ് വരുന്ന സമയത്ത് ഇതിങ്ങനെ മടക്കി എടുത്താല് കുറച്ച് പെട്ടെന്ന് കിട്ടും. ഇതിൽ കുറച്ച് പേര് മാത്രം തലട്ടാട്ടുണ്ട്, ചിലരൊക്കെ ഉറങ്ങി കിടക്കുക. ഇതൊന്നും സംഭവം അത് മോൾട്ടിങ്ങിൽ ഇന്നലെ നമുക്ക് തരുമ്പോ ഉണ്ടായിരുന്നത്, അതായത് ഉറക്കാണ്. അത് മോൾട്ടിങ് ഉറങ്ങണ സ്റ്റേജ്, അടുത്ത സ്റ്റേജിലേക്കുള്ള മാറ്റം അതാണ് ഉറങ്ങണത്. അപ്പോ അതിപ്പോ കുറെ ആൾക്കാർ ഉണർന്നു തുടങ്ങി, അതായത് മോൾട്ട് ഔട്ട് ആയി തുടങ്ങി. അതാണ് ഈ തല നിക്കണത്. ഇപ്പൊ ഈ തീറ്റ തരയാ. അപ്പൊ നമ്മള് മൾബറിന്റെ ഇല വെച്ചു കൊടുക്കണം. പക്ഷെ നമ്മളിപ്പോ വെച്ചു കൊടുത്തു കഴിഞ്ഞാല് ഇതിൽ മോൾട്ട് ഔട്ട് ആവാത്ത കുറെ ആൾക്കാരുണ്ടാവും, കുറെ പേര് ഉറങ്ങി കിടക്കുന്നുണ്ട് ഇതിന്റെ ഇടയിൽ. അതിന്ന് വൈകുന്നേരത്തേക്ക് എല്ലാവരും ഒരേപോലെ ഒരു യൂണിഫോമിറ്റി കിട്ടണമെങ്കിൽ വൈകുന്നേരം ആവണം. അപ്പൊ എല്ലാവരും എണീറ്റ് ഒരേപോലെ തീറ്റ എടുത്താല് മോൾട്ട് ഇന്നിലേക്ക് 3 ദിവസം കഴിഞ്ഞാൽ വരുമ്പോ ഒരേപോലെ വരുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ തിന്നും, കുറച്ച് ആൾക്കാർ ഉറങ്ങും. അപ്പൊ നമുക്ക് ഫൈനൽ റിസൾട്ട് വരുമ്പോൾ പല സൈസിലും ഭയങ്കര ബുദ്ധിമുട്ടും. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ബാച്ചിന് എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. കൊക്കുണ്ട് സൈസിൽ വ്യത്യാസം വരും, പലരും പല സമയത്താവും എണീക്കലും. അപ്പൊ എല്ലാരും കൂടി ഒരേ ഇതിൽ കിട്ടാനും വേണ്ടിട്ട്
എല്ലാരും ഉണരട്ടെ വരെ വെയിറ്റ് ചെയ്യല അതിനെ നമുക്ക് വെയിറ്റ് ചെയ്യാം വൈകുന്നേരം വരെ. ഇനിയിപ്പോ വെയിൽ ചൂടായി വരുമ്പോ എല്ലാവരും ഒരേപോലെ എണീക്കും. എണീറ്റ് റെഡി ആയി കിട്ടും. ക്ലൈമറ്റ് ഉഷാറായ മതി, എന്നാ പിന്നെ പേടിക്കാനില്ല. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമ്മൾ വരും വീഡിയോകളിലൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കണ്ടേ. ഇനി വൈകിട്ടാണ് നമുക്ക് തീറ്റ കൊടുക്കണേ. തീറ്റ കൊടുക്കാം. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ നമ്മളിത് തീറ്റ കൊടുക്കുന്നതിൻ്റെയും അതുപോലെ തന്നെ ചപ്പിനെ കുറിച്ചൊക്കെ അടുത്തൊരു എപ്പിസോഡിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കണ്ടേ. അപ്പോൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് മറ്റു സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെ അപ്ഡേഷന് കാര്യങ്ങളൊക്കെ കിട്ടാനും വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്തിട്ട് കൂടെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളായിട്ട് മറ്റു വീഡിയോയിൽ കാണാം. ബൈ.